സ്വാഗതം. നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് ഇൻ്റഗ്രൽ 1/7 - 6x - dx ആണ് ചെയ്യാനുള്ളത്. നേരത്തെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണെടുക്കാം, y എന്നെടുക്കാം. ഓക്കെ, ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു, ഇവിടെ x² കോഫിഷ്യന്റ് -1 മൈനസ് ആയതുകൊണ്ട് നമുക്കത് പ്ലസ് ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു -1 പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, പുറത്തെടുക്കുന്ന മൈനസ് നമുക്ക് ഇൻ്റഗ്രലിന് വെളിയിലിടാം. 1/, അപ്പോൾ മൈനസ് പുറത്തെടുത്താൽ പിന്നെ എന്താവും, ഈ ടൈം പ്ലസ് ആവും. അതായത് പ്ലസ് ടൈം എല്ലാം മൈനസ് ആവും, മൈനസ് ടൈം എല്ലാം പ്ലസ് ആവും. അപ്പോൾ x² + 6x - 7 എന്നായിരുന്നു. ഇനി ഇൻ്റഗ്രൽ നൊട്ടേഷൻ ഇട്ടതുകൊണ്ട് dx ഇടുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/, ഇവിടെ നോക്കിയേ 6, എക്സിൻ്റെ കോഫിഷ്യന്റ് 6 അല്ലേ, 6ന്റെ പകുതി 3 അല്ലേ, 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അത് ആഡ് ചെയ്യുകയും വേണം, മൈനസ് ചെയ്യുകയും വേണം. ഒന്നുകൂടെ, എക്സിൻ്റെ കോഫിഷ്യന്റ് 6 ആണ്, 6ന്റെ പകുതി എത്രയാ, 3 ആണ്. 3യുടെ സ്ക്വയർ ആഡ് ചെയ്യുകയും മൈനസ് ചെയ്യുകയും വേണം. എന്തിനാ, നമ്മളിതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ x² എഴുതി, 6x എഴുതി, + 6x എഴുതി. 3യുടെ സ്ക്വയർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അപ്പോൾ 3² ആഡ് ചെയ്തു. ഇനി 3² സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഉള്ള ടേം ആദ്യം എഴുതാം, -7 - 9. ഓക്കെ, dx ഇട്ടു. ഇപ്പൊ നോക്കിക്കേതാ, ഇത് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്. എന്താ, x + 3 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/x + 3 ഹോൾ സ്ക്വയർ ആയി. മൈനസ് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, -16 എന്നും ആയി. ഓക്കെ, അപ്പൊ എന്തായി, x² - a² ആയി. പക്ഷെ വെളിയിലൊരു മൈനസ് കിടക്കൂലേ, അതുകൊണ്ട് നമുക്ക് വീണ്ടും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1/ എന്ത് വരും, 16 - x + 3 ഹോൾ സ്ക്വയർ. x + 3 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് എന്തെന്നായി, ഇൻ്റഗ്രൽ 1/16 - x + 3 ഹോൾ സ്ക്വയർ dx. ഇപ്പൊ നോക്കിയേ, 16 എന്ന് പറഞ്ഞാൽ 4² അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് മാറ്റുമ്പോഴത്തേക്ക് 1/4² - x + 3 ഹോൾ സ്ക്വയർ ഇൻ്റഗ്രൽ dx. ഓക്കെ, dx. ഇപ്പൊ ഏത് മോഡലായി, 1/a² - a² dx ആയില്ലേ. ഇൻ്റഗ്രൽ 1/a² - a² dx. ഇൻ്റഗ്രൽ 1/a² - a² dx എന്ന് പറയുന്നത് എന്താ, sin ഇൻവേഴ്സ് x/a ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ മാറ്റി എന്തെന്ന് എഴുതാം, sin ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ എന്താ കിടക്കുന്നത്, x + 3 ആണ്. സോ x + 3 ഇടുന്നു. ബൈ എക്ക് പകരം ഇവിടെ എന്താ കിടക്കുന്നത്, 4 ആണ്. എന്നിട്ടു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇട്ടു. ദാറ്റ് ഈസ് ദ ആൻസർ. അതായത് sin ഇൻവേഴ്സ് x + 3 / 4 + c ഈസ് ദ ആൻസർ. ശ്രദ്ധിക്കുക, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാണോ അതിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുകയും വേണം, മൈനസ് ചെയ്യുകയും വേണം. ലക്ഷ്യം എന്താണ്, ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കുക. അപ്പോൾ ഏത് മോഡലായി, a² - a² ആയി. ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.